Hi dears, welcome back to our chemistry class. We are discussing our fourth chapter, metals. In this chapter, we are discussing with properties of metals. We already discussed some properties of metals. Today, we are going to take the continuation of the properties of metals. Okay. Here, we can see kitchen utilities like vessels. Which are the materials used for making these vessels? Yes, aluminium and copper. This is aluminium vessels and this is copper vessels. Aluminium and copper are metals. Then, metallic vessels are commonly used for cooking. Why? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ മെറ്റാലിക് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കുക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്? യെസ്, എന്തുകൊണ്ടായിരിക്കാം? ഇങ്ങനെ നമ്മൾ കുക്കിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഈ മെറ്റൽസിനെ യൂസ് ചെയ്യണമെങ്കിൽ മെറ്റൽസിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം? യെസ്, ഒന്ന് വേണ്ടത് മാലിയബിലിറ്റി ആണ് അല്ലേ? മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അടിച്ച് പരത്തിയിട്ട് നമ്മൾ വിചാരിച്ച് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയണം അല്ലേ? തിൻ ഷീറ്റായിട്ട് മാറ്റാൻ കഴിയണം. അതുപോലെ പിന്നെന്ത് പ്രോപ്പർട്ടി ആയിരിക്കും വേണ്ടത്? യെസ്, ഹാർഡ്നെസ് വേണം അല്ലേ? നല്ല കാഠിന്യം വേണം, ഉറപ്പ് വേണ്ടേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഹീറ്റ് തട്ടുമ്പോൾ അത് പൊട്ടിപ്പോവും. And the most important property is thermal conductivity. What do you mean by thermal conductivity? Yes, thermal conductivity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി വേണം. തെർമൽ മീൻസ് ഹീറ്റ്. ഓക്കെ, അതായത് ഹീറ്റിനെ പാസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം മെറ്റൽസിന്. അങ്ങനത്തെ മെറ്റൽസ് മാത്രമാണ് നമ്മൾ കുക്കിംഗ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻഡ് വിച്ച് മീൻസ് ദ എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് തെർമൽ കണ്ടക്ടിവിറ്റി. ആൻഡ് സിൽവർ ഈസ് ദ ബെസ്റ്റ് തെർമൽ കണ്ടക്ടർ എമംഗ് മെറ്റൽസ്. സിൽവർ ആണ് ഏറ്റവും ഗുഡ് കണ്ടക്ടർ എന്നറിയപ്പെടുന്ന മെറ്റൽ. അതുപോലെ തന്നെ അലുമിനിയം, കോപ്പർ എക്സെട്ര ഓൾസോ പൊസസ് കമ്പാരിറ്റീവ്ലി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പൊ എന്താണ്? അലുമിനിയവും കോപ്പറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽസ് തന്നെയാണ്. പക്ഷെ നമുക്ക് സിൽവർ എന്താണ് അല്ലേ? കോസ്റ്റ്ലി ആണ്. അപ്പോൾ സിൽവറിനെ നമുക്ക് വെറുതെ ഈ യൂട്ടിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ്. യെസ്, സിൽവർ ഈസ് എ കോസ്റ്റ്ലി മെറ്റൽ. അതുകൊണ്ടാണ് നമ്മൾ സിൽവറിന് പകരമായിട്ട് കോപ്പർ അതുപോലെ അലുമിനിയം മെറ്റൽസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ ഫിഫ്ത്ത് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ആർ മെറ്റൽസ് ആർ തെർമൽ കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇതുപോലെ കിച്ചൺ യൂട്ടിലിറ്റീസ് മാത്രമല്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? പിന്നെന്തിനൊക്കെയാണ് ഈ മെറ്റൽസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന പ്രോപ്പർട്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? യെസ്, വി ക്യാൻ സി അയൺ ബോക്സസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഹീറ്റേഴ്സ്. ഇവിടെയെല്ലാം എന്താണ്? മെറ്റൽസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന പ്രോപ്പർട്ടിയാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. നിങ്ങൾ ഈ പിക്ചർ നിരീക്ഷിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്? യെസ്, ഹിയർ വി ക്യാൻ സി എ ബൾബ് ആൻഡ് ആൻ ഇലക്ട്രിക്കൽ വയർ ആൻഡ് എ ബാറ്ററി. അപ്പൊ ഈ സംവിധാനങ്ങൾ ഒക്കെ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഇലക്ട്രിക്കൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? കറണ്ട് നമുക്ക് കിട്ടുന്നതുമായി
റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഇലക്ട്രിക്കൽ വയേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ വയറിന് അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെ ഈ ചെമ്പ് അല്ലേ, കോപ്പർ വയേഴ്സാണ് നമ്മൾ വീടുകളിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോപ്പർ എന്താണ്, ഒരു മെറ്റലാണ് അല്ലേ. ഈ കോപ്പറിന്റെ പുറത്തുള്ള കോട്ടിങ് എന്താണ്, പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ കാരണം അത് ഇൻസുലേറ്റർ ആണ്. അതിന് എന്ത് ചെയ്യും, അത് വൈദ്യുതി കടത്തിവിടില്ല. ഓക്കെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കില്ല. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിനെ വെച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ഒരു പിക്ചർ കണ്ടോ, എന്താണ് ഇത്, അലുമിനിയം ലൈൻസ് ആണ്. അതായത് നമ്മൾ പോസ്റ്റ് അല്ലെ, വീടിന് പുറത്തുള്ള പോസ്റ്റിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ അലുമിനിയം വയേഴ്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അലുമിനിയം ആയാലും കോപ്പർ ആയാലും ഇവയെല്ലാം എന്താണ്, മെറ്റൽസ് ആണ് അല്ലേ. ദെൻ വൈ അലുമിനിയം ആൻഡ് കോപ്പർ ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രിക് പർപ്പസ്? Here we can use the next property of metal, that is electrical conductivity. All metals are conductors of electricity, which means the ability of a substance to let electricity pass through it is known as electrical conductivity. അപ്പോൾ ഒരു സബ്സ്റ്റൻസിന് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ ആ എബിലിറ്റിനെ നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നാണ് പറയുന്നത്. സിൽവർ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എമംഗ് മെറ്റൽസ് ആൻഡ് കോപ്പർ ആൻഡ് അലുമിനിയം ആർ ഓൾസോ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സിൽവറിനാണ് നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. അതുപോലെ കോപ്പറും അലുമിനിയവും അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്. നമുക്കറിയാം ദ ഇലക്ട്രിക്കൽ വയേഴ്സ് ഇൻ അവർ ഹൗസസ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കോപ്പർ കൊണ്ടാണ് നമ്മുടെ വീട്ടിനകത്തുള്ള ഇലക്ട്രിക്കൽ വയേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ട് ദ ഇലക്ട്രിക്കൽ വയർ ദാറ്റ് വി ക്യാൻ സീ ഓൺ ഇലക്ട്രിക്കൽ പോസ്റ്റ് ഔട്ട്സൈഡ് അവർ ഹൗസസ് ആർ മെയ്ഡ് ഓഫ് അലുമിനിയം. നമ്മുടെ വീടിന് പുറത്തുള്ള അല്ലേ, നമ്മൾ ഈ പോസ്റ്റിലൊക്കെ കാണുന്ന ഇലക്ട്രിക് വയേഴ്സ് എന്തുകൊണ്ടാണ്, അത് അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും കോപ്പർ യൂസ് ചെയ്യാതെ അവിടെ അലുമിനിയം യൂസ് ചെയ്യാനുള്ള കാരണം? യെസ്, കോപ്പറിനെ പോലെ അലുമിനിയത്തിനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എങ്കിലും ഈ അലുമിനിയം കോപ്പറിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ കാരണം because it is cheaper and lighter than a copper wire of same resistant per length. അതായത് കോപ്പറിനേക്കാളും വില കുറവും വെയിറ്റ് കുറവുമാണ് എന്തിന്, അലുമിനിയത്തിന്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ വീടിനകത്തുള്ള പോലെ അല്ല അല്ലേ, അലുമിനിയം വയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അത് നമുക്ക് കോസ്റ്റ് കുറച്ച് കിട്ടണം അല്ലേ. അപ്പം എന്താണ്, ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഈ കോപ്പറിനേക്കാളും ചീപ്പറും ലൈറ്ററും ആയതുകൊണ്ടാണ് നമ്മൾ ഈ പോസ്റ്റിലൊക്കെ അലുമിനിയം വയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ 6th പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു? യെസ്, ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് മെറ്റൽസിന്. ഓക്കെ, ഇവിടെ കൊടുത്ത് കണ്ടോ, എന്താണ് അല്ലേ, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പൊക്കെ ഇലക്ട്രിക്കൽ ബെൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഇരുമ്പിന്റെ ദണ്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ വേറൊരു സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങളൊന്നുമില്ല, നിങ്ങളെ വീട്ടിലുള്ള ഒരു പാത്രത്തിന് മുകളിൽ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് കൊട്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് വരുന്നത് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കൊട്ടുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സൗണ്ട് ഫീൽ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വുഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റിന്റെ മേലെയാണ് ഇങ്ങനെ കൊട്ടുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ബെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സൗണ്ട് ഫീൽ ചെയ്യോ? ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ് മെറ്റൽസ് ഇങ്ങനെ നമ്മൾ കൊട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ മെറ്റൽസ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗണ്ട് ഫീൽ ചെയ്യാനുള്ള കാരണം? യെസ്, ഇറ്റ് ഈസ്
due to the property of metal that is sonority. Sonority എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the ability of a metals to produce sound when tapped with a hard material is known as sonority. അപ്പം മെറ്റൽസിനെ നമ്മളൊരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എബിലിറ്റിയാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടീസ്, മെറ്റൽസ് പോസസ് ഹൈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഹൈ ഡെൻസിറ്റി. അപ്പം ഇതിൻ്റെ ബേസിൽ നമുക്കൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ സം മെറ്റൽസ്, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അതുപോലെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്താണെന്ന് നോക്കാം. സോളിഡ് സബ്സ്റ്റൻസ് ക്യാൻ ബി മെൽറ്റഡ് ഇൻ ടു ലിക്വിഡ്സ്. സോളിഡ് സബ്സ്റ്റൻസുകൾ മെൽറ്റ് ചെയ്തിട്ട് എന്തായി മാറും? ലിക്വിഡായി മാറും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ് മെൽറ്റ്സ് ഇൻ ടു ഫോം വാട്ടർ ആൻഡ് if this water is heated it transform into vapor. അല്ലേ? അപ്പം നമ്മൾ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ലിക്വിഡായിട്ട് മാറും. ഈ ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേപ്പേഴ്സ്, അല്ലേ, നീരാവിയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇറ്റ് ഈസ് ദസ് പോസിബിൾ ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് എനി സോളിഡ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഏത് സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിലും ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് ചേഞ്ചസ് ഇൻ ടു എ ലിക്വിഡ് ഈസ് കോൾഡ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പം മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് ലിക്വിഡായി കൺവേർട്ട് ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് പറയുന്നു? മെൽറ്റിംഗ് പോയിന്റ്. ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ, ഏത് സമയത്ത് വെച്ചിട്ടാണോ, എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണോ ഈ ഒരു സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നത്. ഇപ്പൊ ഐസ് ക്യൂബ് ഒരു സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് നമ്മുടെ സറൗണ്ടിങ്സിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണല്ലോ അത് ലിക്വിഡായിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് ആൻഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ഈസ് കോൾഡ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. നമ്മൾ പറഞ്ഞു ലിക്വിഡായി മാറിയിട്ടുള്ള ഈ ഐസ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേപ്പേഴ്സ്, അല്ലെ, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഒരു ലിക്വിഡ് ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണോ, എത്ര ടെമ്പറേച്ചർ കൊടുത്തിട്ടാണോ നമ്മൾ അതിനെ വേപ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യിക്കുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വാട്ടറിന്റെ കേസാണെങ്കിൽ ഇപ്പൊ സോളിഡ് ഐസ് ക്യൂബായിട്ട് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരിക വാട്ടറിന്റെ. അതുപോലെ ബോയിലിംഗ് പോയിന്റ് വരിക വാട്ടർ ബോയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്, വേപ്പേഴ്സ് ആയി മാറാൻ തുടങ്ങുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ നമ്മൾ പറഞ്ഞു അല്ലേ, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്, അതൊക്കെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് വരുന്നത്. മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെ? അപ്പൊ അത്രയും കുറവാണ്. അപ്പോൾ മെറ്റൽസിന്റെ നോക്കൂ, ഓരോ മെറ്റൽസിന്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1000 ആൻഡ് എബോ ആണ് മെൽറ്റിംഗ് പോയിന്റും അതുപോലെ ബോയിലിംഗ് പോയിന്റും വരുന്നത്, അല്ലെ? ഇനി ഡെൻസിറ്റി ആണെങ്കിലോ, അപ്പോൾ വാട്ടറിന്റെ ഒക്കെ ഡെൻസിറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 1 ഗ്രാം സെന്റിമീറ്റർ ക്യൂബൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ മെറ്റൽസിന്റെ ഡെൻസിറ്റി എന്താണ്? ഹൈ ആണ്, അല്ലേ? 10 ആൻഡ് എബോവ് ഒക്കെ വരുന്നത്, ഡെൻസിറ്റി വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, മെറ്റൽസ് പോസസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഹൈ ഡെൻസിറ്റി. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞു മെറ്റൽസ് ജനറലി മെൽറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് പോസസ് ഹൈ ഡെൻസിറ്റി. മെറ്റൽസ് നോർമലി എന്താണ്, ഹൈ ടെമ്പറേച്ചറിലാണ് മെൽറ്റ് ചെയ്യുന്നത്, അതുപോലെ ഹൈ ഡെൻസിറ്റി ആണ് പോസസ് ചെയ്യുന്നത്, അല്ലെ, കാണിക്കുന്നത്. പക്ഷെ ഇതിന് രണ്ടിനും ഓരോ എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് മെറ്റൽസ് ലൈക്ക് ഗാലിയം, സീസിയം ആൻഡ് മെർക്കുറി മെൽറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഈ മെറ്റൽസ് ലൈക്ക് ഗാലിയം, സീസിയം, മെർക്കുറി ഇതിൻ്റെയൊക്കെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്.
അതായത് ഈ മെറ്റൽസ് ലോ ടെമ്പറേച്ചറിൽ തന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കൈനടിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഗാലിയം, സീസിയം പോലുള്ള മെറ്റൽസ് മെൽറ്റ് ആയി പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നെക്സ്റ്റ്, മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ ലോ ഡെൻസിറ്റി മെറ്റൽസ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള മെറ്റൽസ് ലോ ഡെൻസിറ്റി മെറ്റൽസ് ആണ്. നോർമലി മെറ്റൽസ് എല്ലാം ഹൈ ഡെൻസിറ്റി പൊസസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള മെറ്റൽസ് ലോ ഡെൻസിറ്റി പൊസസ് ചെയ്യുന്ന മെറ്റൽസ് ആണ്. ഓക്കെ, സോ we have discussed many properties of metals like malleability, ductility, hardness, metallic luster, thermal conductivity, electrical conductivity, sonority, melting point, density and boiling point. Okay. ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ഡിസ്കസ് ചെയ്തു. ഇതിന്റെ ബേസിൽ നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാണ്ട്, അതായത് എന്താണ്, given below are situations which make use of some physical properties of metal, complete the table. അതായത് മെറ്റൽസിന്റെ കുറച്ച് യൂസസ് തന്നിട്ടുണ്ട്. ആ യൂസസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ മെറ്റൽസിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു മേക്ക് ഇലക്ട്രിക്കൽ വയേഴ്സ്. ഇലക്ട്രിക്കൽ വയേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലേ. സെക്കൻഡ് വൺ, ടു മേക്ക് അലുമിനിയം ഫോയിൽ ടു റാപ്പ് ഫുഡ് മെറ്റീരിയൽസ്. അപ്പൊ അലുമിനിയം ഫോയിൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് മെറ്റീരിയൽസ് പൊതിയുന്നത്. ക്യാൻ ബി ബീറ്റൻ ഇൻ ടു തിൻ ഷീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്നത് കൊണ്ട് അതായത് മാലബിലിറ്റി എന്ന പ്രോപ്പർട്ടി. ടു മേക്ക് യൂട്ടൻസൈൽസ്. തേർഡ് വൺ, ടു മേക്ക് യൂട്ടൻസിൽസ്. നമ്മൾ എന്താണ് മെറ്റീരിയൽസ് അല്ലെ, കിച്ചൺ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഏതൊക്കെ പ്രോപ്പർട്ടിയാണ്? യെസ്, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ മാലബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ്, ടു മേക്ക് ഫാമിംഗ് ടൂൾസ്. കൃഷി ആയുധങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാലബിലിറ്റി, അതുപോലെ തന്നെ ഹാർഡ്നെസ്. നെക്സ്റ്റ്, ടു മേക്ക് ബെൽ യൂസ് ഇൻ പ്ലേസ് ഓഫ് വർഷിപ്പ്. നമ്മൾ ബെൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്? സോണോരിറ്റി ആണ് അല്ലെ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത്. ഓക്കെ, നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് മെറ്റൽസിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.